എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും അവസാനം കോമഡി പീസായി. ഇന്നത്തെ ദിവസം ലൈവില് ഒന്നും തന്നെ മിണ്ടി കാണുന്നുമില്ല. ആരുടെ കാര്യമാണ് പറയുന്നത് എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നന്ദന ഒരു കാര്യവുമില്ലാതെ ജാസ്മിനോട് മുട്ടാൻ നോക്കി. ജാസ്മിൻ ചവിട്ടി കൂട്ടി പാവത്തിനെ. ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് പറയാം. ഒരു മാസമായിട്ട് അവര് കളിക്കളത്തിലുണ്ട്. ഇവര് ഗാലറിയിൽ നിന്നും പുതിയതായിട്ട് ഇറങ്ങുന്നതേ ഉള്ളൂ ഫീൽഡിലേക്ക്. കളി കാണുമ്പോൾ നമുക്ക് പലതും തോന്നും. ഇവർ ഈസി ടാർഗറ്റ് ആണ്, ഇവര് ടഫാണ് എന്നൊക്കെ തോന്നും. പക്ഷെ അകത്ത് ചെല്ലുമ്പോൾ അതെല്ലാം മാറും. എന്റെ ഫാസ്റ്റ് ബോളിംഗ് സ്കില്ല് വെച്ച് ഞാൻ ധോണിയെ എറിഞ്ഞു വീഴ്ത്തും മക്കളെ, നോക്കിക്കോ. ഡക്ക് ഔട്ട് ആക്കും ഞാൻ. വിരാട് കോഹ്ലിയുടെ മുട്ടിടിക്കും. മെസ്സിക്കെതിരെ 2 ഗോൾ അടിക്കും, നോക്കിക്കോ. എംബാപ്പെ എന്റെ മുന്നിൽ മുട്ടുകുത്തി വീഴും. ആ രീതിയിലുള്ള ഒരു ഓവർ കോൺഫിഡൻസും തള്ളലും അത് നന്ദനയിൽ നമ്മൾ കണ്ട ഒരു സാധനമാണ് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് വരെ. ആ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് തിരിച്ചടിയായതും ഇന്നും ഇന്നലെയായിട്ട് മൊത്തത്തിൽ സൈഡായതും. വന്ന 6 വൈൽഡ് കാർഡുകളിലും എനിക്ക് ഏറ്റവും ഓവർ സ്മാർട്ടായിട്ടും വെറുപ്പിക്കലായിട്ടും തോന്നിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് നന്ദന. ഒട്ടും തന്നെ ഇംപ്രസ് ചെയ്യിപ്പിക്കാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ്. അങ്ങനെ വലിയ അവകാശവാദങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് 2ാമത്തെ ദിവസം തന്നെ വഴക്കുണ്ടാക്കുന്നു, 3ാമത്തെ ദിവസം സൈഡാവുന്നു. ഇതാണ് ബിഗ് ബോസ് എന്ന ഗെയിം. ഇവിടെ അവകാശവാദവും തള്ളും സ്വയം പൊങ്ങിത്തരവും അല്ല അൾട്ടിമേറ്റ്. പ്രേക്ഷകരുടെ ഇഷ്ടം, സ്വീകാര്യത, ഇതൊക്കെയാണ് എല്ലാം. പിന്നെ സ്ക്രീൻ സ്പേസും ഉണ്ടാക്കുന്ന കണ്ടന്റുകളുടെ ക്വാളിറ്റിയും ഇതെല്ലാമാണ് മെയിൻ. ഈ പറയുന്ന നമുക്ക് പോലും ഈസി ആയിട്ട് പലതും പറയാം. പക്ഷെ ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. സീക്രട്ട് ഏജന്റ് എന്തൊക്കെയായിരുന്നു പറഞ്ഞതാണ് കാറിന്റെ അകത്തിരുന്ന്, എന്നിട്ട് അവിടെ ചെന്നിട്ടോ. അങ്ങനെയുള്ളൂ. അതാണ് ബിഗ് ബോസ്. എന്തായാലും നന്ദനയ്ക്ക് വന്നു കയറിയ സെക്കൻഡ് ഡേ തന്നെ കുറെ ട്രോള് കിട്ടി. മറ്റേ ഓസ്കാർ അഭിനയത്തിന് മുട്ടിടിക്കുന്നത് പോലെയൊക്കെ അഭിനയിച്ച് കാണിച്ചതിന്. അതൊക്കെ കാണേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. എപ്പിസോഡിലൊക്കെ പ്രത്യേകം എടുത്തു കാണിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് നിന്ന ജാസ്മിൻ വരെ ചിരിച്ചു പോയി അതൊക്കെ കണ്ടിട്ട്. ഏതാണ് ഈ മാടമ്പള്ളിയിലെ മനോരോഗി എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ചിലപ്പോ. ഇന്നലത്തെ ആ ഒരു അംഗത്തിന് ശേഷം പിന്നെ നന്ദനെ ഒന്ന് സംസാരിക്കുന്നത് പോലും കണ്ടിട്ടില്ല ആരോടും. മനസ്സിലായി എന്ന് തോന്നുന്നു നൈസായിട്ട് പണി പാളി എന്ന്. മിണ്ടാതിരിക്കുന്നതാണ് ഇനി നല്ലത്. ഇനി കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പൊങ്ങാം.